ഹലോ ഗൈസ്, എനിക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. എന്നെ പോലെ അത് ഇഷ്ടമുള്ള കുറെ ആളുകൾ കാണും. നല്ല പാട്ടൊക്കെ കേട്ട്, ചിലപ്പോൾ ബസ്സിൽ തന്നെ ഉണ്ടാവും പാട്ട്, അല്ലെ നമ്മുടെ ഫോണിൽ പാട്ട് കേട്ട് സൈഡ് സീറ്റില് വിൻഡോ സീറ്റിലൊക്കെ ഇരുന്ന് നല്ലൊരു നമ്മള് ഇല്ലാത്ത ജീവിതങ്ങളൊക്കെ ജീവിച്ച് നല്ല രസമാണ് ആ യാത്ര, അല്ലേ? പക്ഷേ ഇതൊന്നും അല്ലാത്ത ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഒരുപക്ഷെ നമ്മൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. നമ്മളൊരു ബസ്സിൽ കയറാണ്, അതൊരു ലോങ് ജേർണി ആ രീതിയിൽ. അപ്പൊ നമ്മൾ ഒന്നിലെ അവിടെ രണ്ട് ഓപ്ഷൻ. നമ്മുടെ ആഗ്രഹം എന്താണെന്ന് അറിയാവോ? നമുക്ക് ബസ്സിൽ കയറി ഒരു സീറ്റ് കിട്ടി നല്ല രീതിയിലൊന്ന് ഉറങ്ങുക. ദൂരോട്ടൊക്കെ പോകുമ്പം എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം അതാണ്. നല്ലൊരു അടിപൊളി ഉറക്കം ഉറങ്ങുക. അങ്ങനെ ഇപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ നടക്കാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ബസ്സിൽ സീറ്റ് ഇല്ലാതിരിക്കുക. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. സീറ്റില്ല, ഓക്കെ, അത് നമ്മുടെ വിധി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ബസ്സിൽ കയറി സീറ്റ് ഉണ്ട്, നമുക്ക് വേണ്ടി ഒരു സീറ്റ് ഉണ്ടാവും. ആ സീറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ 2 പേരുടെ സീറ്റ് ആണെങ്കിലും 3 പേരുടെ സീറ്റ് ആണെങ്കിലും ഇങ്ങേ അറ്റത്തെ ഒരു സീറ്റ്, വിൻഡോ സീറ്റ് അല്ല, ഇങ്ങേ അറ്റത്തെ ഒരു സീറ്റ്. ആ സീറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈഡില് കമ്പി ഉണ്ടാവില്ല. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പെടും ഗൈസ്. പെടുമെന്ന് വെച്ചാല് അന്യായപ്പെടലാണ്. ഉറക്കം എന്ന് പറയുന്ന കാര്യത്തെ പറ്റി പിന്നെ അന്വേഷിക്കേ വേണ്ട. പിന്നെ വളവും തിരിവുള്ള റോഡൊക്കെ ആണെങ്കിൽ നമ്മൾ മറ്റേ സൂപ്പർമാനെ പോലെ, സൂപ്പർമാൻ ആണോന്ന് എനിക്കറിയില്ല, നമ്മൾ അഭ്യാസ മുറകളൊക്കെ കാണിച്ചു വേണം അവിടെ ഇരിക്കാൻ. ഏത് നിമിഷം വേണം ആ കൈ ഒന്ന് വിട്ടാൽ നമ്മൾ താഴെ പോകും. ആ രീതിയിൽ നമ്മൾ ഇരിക്കണം. അത് ഞാൻ ഇന്നലെ അതുപോലെ ബസ്സിൽ പോയപ്പോ എനിക്ക് പറ്റിയ സെയിം ഇൻസിഡന്റ് ആണ്. അത് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോളിസ്റ്റർ പോലത്തെ മെറ്റീരിയലാ. പറയേ വേണ്ട. വണ്ടി ഒന്ന് ചരിഞ്ഞാൽ ഞാൻ അവിടെ താഴെ കിടക്കും. നമ്മള് ഒരു കൊട്ട ആറ്റിറ്റ്യൂഡ് ഇട്ടാണ് ഒരു ബസ്സിൽ എന്ന് കയറുന്നത്. അപ്പൊ നമ്മുടെ ആറ്റിറ്റ്യൂഡിനോട് കിടപിടിച്ച് നിൽക്കുന്ന രീതിയിൽ നമ്മുടെ അഭ്യാസ മുറകൾ നമ്മൾ അവിടെ ഇറക്കേണ്ടി വരും. കയ്യിലൊരു ബാഗ്, എന്നിട്ട് ആ ബാഗ് നമ്മുടെ ആ പോളിസ്റ്റർ പോലത്തെ ആ മെറ്റീരിയലിനകത്ത് തന്നെയല്ലേ ആ ബാഗ് ഇരിക്കുന്നത്. അപ്പൊ ആദ്യം ബാഗ് ഓടും, അതിന്റെ പുറകെ നമ്മൾ പോകും. വണ്ടി ചരിക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഒരു കാലൊക്കെ ഇങ്ങനെ 2 കമ്പി കാലിനെ അകത്ത് വെച്ചിട്ട് അത് വെച്ച് നമ്മൾ ഗ്രിപ്പ് ഉണ്ടാക്കണം. എന്നിട്ട് 2 കൈയും അവിടെ ഇവിടെയൊക്കെ പിടിച്ച് നമ്മൾ ഗ്രിപ്പ് ഉണ്ടാക്കണം. അവസാനം ആ ലോങ് ഡിസ്റ്റൻസ് ജേർണി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നായിരിക്കും. ഉറക്കമേ ഇല്ല. നമ്മൾ എന്തൊക്കെ പ്രതീക്ഷ അല്ലേ പോയത്, പക്ഷെ അതൊന്നും ഉണ്ടാവില്ല. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറ്റാറുണ്ട്. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പറ്റാറുണ്ടോ?